ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ലിസ്റ്റ് കിടക്കാം. ഇന്ന് മാർക്കറ്റ് ഒരു മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, സെൻസെക്സ് എന്നിവ ഫോൾ രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ ഗെയിനിലാണ് ക്ലോസ് ചെയ്തത്. മെയിനായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ടായ 24,600 നിന്ന് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,579 45 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 341 പോയിൻറ്റ്സ് കുറഞ്ഞ് 53,661 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 151 പോയിൻറ്റ്സ് ഉയർന്ന് 56,977 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 17,591 ക്ലോസ് ചെയ്തപ്പോൾ 93 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് 11.40 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 206 പോയിൻറ്റ്സ് കുറഞ്ഞ് 80,157 ക്ലോസ് ചെയ്തിരിക്കുന്നത്. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA 2,549 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 1,159 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇന്നലെ DIA 4,344 കോടി രൂപയുടെ നെറ്റ് ബൈ ആയപ്പോൾ FII 1,429 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ആഴ്ചകളുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് FII ഇപ്പോഴും സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി ഫാർമ എന്നിവ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിഫ്റ്റി FMCG മാത്രം എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 25,584 ക്ലോസ് ചെയ്തപ്പോൾ 75 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 335 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 34,490 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,572 ക്ലോസ് ചെയ്തപ്പോൾ 170 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 631 പോയിൻറ്റ്സ് ഉയർന്ന് 56,806 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,342 ക്ലോസ് ചെയ്യുമ്പോൾ 47 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 18,963 ക്ലോസ് ചെയ്യുമ്പോൾ 16 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 35,737 ക്ലോസ് ചെയ്യുമ്പോൾ 2 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 15 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 1622 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 9384 ക്ലോസ് ചെയ്യുമ്പോൾ 79 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 67 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി 11,002 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,719 ക്ലോസ് ചെയ്തപ്പോൾ 58 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 19 പോയിൻറ്റ്സ് ഉയർന്ന് 6850 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി 6 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 886 ക്ലോസ് ചെയ്തത്. കമ്പനി പെർഫോമൻസ് നോക്കി കഴിയുന്ന 1,737 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,043 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബറിൽ 25,810 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,579 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 മന്ത്സ് ആയിട്ട് 2.60% ലോസിലാണ് നിഫ്റ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,579 നിൽക്കുമ്പോൾ 3.52% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച നിഫ്റ്റി 152 പോയിൻറ്റ്സാണ് ടോട്ടൽ ഉയർച്ചയുണ്ടായത്. 0.63% പ്രോഫിറ്റാണ് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത മുതൽ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ലൂസേഴ്സ് ആൻഡ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗണേസിൽ ടാറ്റ കൺസ്യൂമർ 2.77% റാലി നടത്തി. നെസ്ല ഇന്ത്യ 2.22% റാലി നടത്തി. പവർ ഗ്രിഡ് 2.20%, NTPC 1.80%, ടാറ്റ സ്റ്റീൽ 1.46%, ഹീറോ മോട്ടോകോ 1.45%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.15%, ഏഷ്യ മോട്ടോഴ്സ് 1.11%, റിലയൻസ് 1% ആൻഡ് ബെൽ 0.90% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി 2.34% ഫോൾ നടത്തി. M&M 2.33%, ICICI ബാങ്ക് 1.42%, ഏഷ്യൻ പെയിന്റ് 1.25%, സിപ്ല 1.21%, കോട്ടക് ബാങ്ക് 1.20%, ട്രെൻഡ് 0.92%, ഗ്രാസിം 0.85%, ടാറ്റ മോട്ടോഴ്സ് 0.85% ആൻഡ് അൾട്രാ സിംകോ 0.78% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA എന്ന് S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ 3rd സെപ്റ്റംബർ വരുന്നുണ്ട്. UK എന്നും അതുപോലെ തന്നെ S&P ഗ്ലോബൽ സർവീസസ് PMI ഡേറ്റ 3rd സെപ്റ്റംബർ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.